അടിപൊളിയില്ലേ? അടിപൊളി അടിപൊളി. എനിക്ക് ചെറിയൊരു ധൈര്യം വന്നു. ചേട്ടാ തല എത്തി ഇങ്ങോട്ട് വയ്ക്കും. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നൈറ്റ് ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അമ്പാടിയും കൂടെ ഇറങ്ങുവാണ്. നാളെയല്ലേ ഓണപരിപാടി സ്റ്റാർട്ട് ചെയ്യണം? നാളെയാണ് ഓണപരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാ പരിപാടി എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഓണം മെഗാ എക്സ്പോ എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവമൊക്കെ ഇവിടെ നടക്കുവാണ്. അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് കയറിയിട്ട് പാസ് എടുക്കണ്ടേടാ, 2 പേര് പെർ ഹെഡ് 100 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അകത്ത് കയറിയിട്ട് വല്ല ഉണ്ടാകുന്നോ കാണാനായിട്ട്. നമുക്ക് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. മെഗാ ഓണം എക്സ്പോ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. വാവ്, നൈസ്. ഇതിനകത്ത് ഫുൾ അവതാർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ അവതാർ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്, നിൻ്റെ ഫേസ് കട്ട്. അവിടെ പോയി നിന്നാണ് 2 പേരും ഒരേപോലെ ഉണ്ട്. അതിൽ പിടിക്കണ്ട അവർ ഓട്ടിക്കും. ആണ്ടാ പട്ടിയാ. അവതാർ തീമൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് പോയാടെ. കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അടിപൊളി ഇതാണ്. ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫുള്ളൊരു അവതാർ തീമിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇതുവഴിയാണോ പോകുന്നത്? അല്ല, അക്വേറിയത്തിലോട്ട് കയറുവാണ്. വാവ്, നൈസ്. ഇതെൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. വാവ്, ഇത് നൈസറാ. പോടാ, ഇതിന് പേരൊന്നുമില്ല. ഇത് പക്ഷെ കൊള്ളാം കേട്ടോടാ. വാവ്, ഇത് അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ എന്തോ കടൽ മത്സ്യങ്ങളായിരിക്കും. ഗ്രീൻ ടൈഗർ ഫിഷ് ഉണ്ടല്ലോ, അതിന്റെ പച്ച ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. അക്വേറിയം കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. ഇവർ ഈ എല്ലാത്തിലും ബ്ലൂ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് സംഭവം അതിനകത്ത് കിടക്കുന്ന സാധനം കറക്റ്റ് അറിയാൻ കൂടി വയ്യ. ഭയങ്കര ബുദ്ധിമുട്ട്. ഏത് പൊട്ടനാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചത്. ഇതിനകത്ത് കിടക്കണതിൻ്റെ ഒക്കെ കളർ തന്നെ മാറിപ്പോയി. ഇതൊക്കെ ആ കളറോട് കൂടി അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. നോക്കിയേ, എല്ലാം കറയാറാന്നിരിക്കുന്നു. ഓ അല്ല, ഡേ ടൈം ആയതായാലും ഇതിനകത്ത് ഇരിട്ടല്ലേടാ. എന്തോ ഭംഗിയുള്ള സാധനമൊക്കെയാണ്, പക്ഷേ മൊത്തത്തിൽ ഒരു ബ്ലൂ മയം. ഇത്രയും ഭാഗം ഇവർ കോളാക്കി കളഞ്ഞു. ഫസ്റ്റ് അവതാറിൻ്റെ അതൊക്കെ സെറ്റായിട്ട് ചെയ്ത് വെച്ചിരുന്നു. സാധനങ്ങളുണ്ട്, പക്ഷേ അത് മൊത്തത്തിൽ ഇവർ ലൈറ്റിങ് കൊടുത്ത് കോളാക്കി. കണ്ടാ, ഇതേപോലെ വാം ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കണമെങ്കിൽ സെറ്റായിരുന്നു. ആ, ബെറ്റർ ആയിരിക്കും. അല്ലേ, ഇതേപോലെ ലൈറ്റ് കൊടുത്താൽ സെറ്റായിരുന്നു അല്ലടാ. നെക്സ്റ്റ് ആളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഹായ്. വാവ്, പൊളി. ഹായ്, കുറച്ച് ക്യൂട്ട് കുട്ടികൾ. ഹായ്, പൊളി കളറ്. ഇപ്പോൾ ബാറ്റ്സിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ നമ്മൾ നെക്സ്റ്റ്. എടേ, നിൻ്റെ സെക്ഷൻ അമ്പാടി, നിൻ്റെ സെക്ഷൻ. അല്ല, കുരങ്ങന അങ്ങനെ ആയിരിക്കും. ഗൈസ്, അമ്പാടിയുടെ സെക്ഷൻ എത്തി. കോഴി ഫ്രൈ അടിക്കാനോ? കണ്ടാ, ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തിനായി. ഇത് കൊള്ളാലി, ഇത് കൊള്ളാല്ലേ, ഭയങ്കര ഭയങ്കര ക്യൂട്ട്. ആ, നിങ്ങളെ കണ്ടോ? കണ്ട് നിങ്ങൾ കേട്ടു. നൈസ്. ഡാ, എണിക്കടാ. എല്ലാവരെയും കണ്ട് ക്ഷീണിച്ച് കിടക്കാണ്. ഉറങ്ങണം. അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഓ, ഇതും ഭയങ്കര ഉറക്കം. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. ഇതിനകത്തൊന്നും ഇല്ല. എവിടെ? റെഡ് ഇയർ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം, പക്ഷെ അതിനകത്ത് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേരെന്തോടെ? ഗ്രീൻ ഇഗ്വാന. ഇത് കുട്ടി ഇഗ്വാന കേട്ടോ, കൊള്ളാം. അങ്ങനെ ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. യെല്ലോ ക്രാബ്. ഇതിനകത്ത് കിടക്കണ എല്ലാത്തിനെയും കാണാനൊന്നും കറക്റ്റാണ് പറ്റുന്നില്ല. ഇതെന്താ ആമയാ? ഒരു കുഞ്ഞാമ. നോക്കിയേ, ഇവിടെ പറ്റി പിടിച്ച് കിടപ്പുണ്ട്.
കണ്ടോ? പാറ്റിയുണ്ട്. ഞാൻ തൊട്ട് നോക്കണേ. എനിക്കൊരു കാര്യമാണ്. എന്തോ ഒരു പഞ്ഞിയിൽ പിടിക്കണ ഒരു ഫീല്. അവിടെ പോണ അത് പാട്. നിങ്ങൾ മറിക്കണം. എൻ്റെ തല ഈ സൈഡിലോട്ട് ഇരിക്കണ്ടാ. എനിക്ക് ഈ സൈഡ് പോകാൻ പേടി. ഞാൻ പാമ്പിനെ പിടിച്ച് പിടിച്ചോക്ക് ചേച്ചി. അത് വല്ല പഞ്ഞി പോലെ ഉള്ളു. ജസ്റ്റ് തൊട്ടോക്ക്. തൊട്ടോക്കിക്കോ. ഇനി കിട്ടൂല തൊടാൻ. എനിക്ക് ചെറിയൊരു ധൈര്യം വന്നു. ചേട്ടാ തല എത്തി ഇങ്ങോട്ട് വെച്ചു. എടാ പോടാ, ഒരു ജീവൻ പോണ്. എനിക്ക് മതി. ഒരു കളിയാക്കുന്നത്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചോന്നാ. അതിലൊരു കുഞ്ഞെണ്ണ ഇരിപ്പുണ്ട്. എന്താ കീരിയാ? കീരിയന്നെ വൈറ്റ് കീരി. ഗോൾഡൻ കീരി കൊള്ളാം. പിന്നെ ഇവിടെ കോഴിയുടെ ഒക്കെ എന്തോ വേറെ വെറൈറ്റി സാധനങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പോവാം, അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ ഈ പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞോ? ഇനി ഫുഡ് ബാക്കി കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിനെ പിടിച്ചില്ല. ഇനി കൈ കഴുകണ്ടേ? ഇതിനെ കഴിക്കണമെങ്കിൽ ഇവിടെ പോകാം. ലോ പ്രൈസിൽ വാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല ഏട്ടാ, ഡിസ്കൗണ്ടൊക്കെ ഉണ്ടോ? ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള വിലയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇനി ബാർഗെയിൻ ചെയ്യരുത്. ജി ഷോക്കിൻ്റെ ചെയിൻ മോഡലാണ്. 700. 100 കിട്ടും. ഇതൊക്കെ 500 അല്ലേ? ഈ മോഡൽ കൊള്ളാല്ലേ? ഇത് സെറ്റ് മോഡൽ. ഇതുകൊണ്ട് ശിവേരെ കിടക്കുന്ന മോഡൽ. ഇവ ഇവിടെ നിന്നാണ്ട് മേടിച്ചാണ് 500 രൂപ. കൂളിംഗ് ഗ്ലാസ് 100 രൂപ. ഇതൊക്കെ മാർക്കിംഗ് ആണോ? ഓ തന്നല്ലേ. ഇതിന് 150 രൂപ. ഓ മൈ ഗോഡ്. പിന്നെ കാസിയോൻ്റെ കാസിയോ അല്ലല്ലോ. ആ തന്നെ കാസിയോ. എടാ ഇത് കൊള്ളാം കേട്ടാ. ജി ഷോക്കില്ല. ഇതെന്താണ് ഏട്ടാ? ചെയ്തുതരോ? ഞാൻ ഇവിടെ ഇരിക്കാം. ഇത് എങ്ങനെയാണ്? ഇത് മൊത്തത്തിൽ മേടിക്കണോ? ഇത് കൊള്ളാലോ. എൻ്റെ അമ്മ, ഇതെന്ത് പവർ! ഇത് എത്ര രൂപ ഏട്ടാ ബോക്സ്? 4,990. 3,500. എൻ്റെ അമ്മ, നല്ല പിടിക്കടാ ഇത്. അത് ചെരുപ്പ്. ഓ നടുവേന. ഇത് തന്നെ വെച്ച് പിടിച്ചായോ? അതെന്താണ്? ഇത് ബുക്ക് ചെയ്യണോ? ഇത് ഗ്യാരണ്ടി ഒക്കെ ഉണ്ടോ? 1 ഇയർ ഗ്യാരണ്ടിയാ? റീപ്ലേസ്മെന്റ് ആണോ? മെഷീന് ഗ്യാരണ്ടി ഉണ്ട്. അടിപൊളി അടിപൊളി. തലയിൽ വെക്കുന്ന വേറെയാണ്. ഇത് മൈഗ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുക. ഫേസ് മസാജ് ഒക്കെ ചെയ്യാൻ പറ്റിയ സാധനം. എൻ്റെ പൊന്നോ, അടിപൊളി അടിപൊളി. കൊള്ളാം കേട്ടാ. അവൻ്റെ ഫേസിൽ കൊടു. അത് കൊള്ളാം കേട്ടാ. സ്കിന്നെല്ലാം ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതാവും. പൊളി. കൊള്ളാലോ. അടിപൊളി ഗൈസ്. നിങ്ങളെ ഫോട്ടോ പറയണ്ടേ? ബ്ലർ ചെയ്യുക. ഓക്കെ. ചേട്ടൻ്റെ പേരെന്തോ? ചേട്ടനെ കാണിക്കണോ? വീഡിയോയിൽ
ഓക്കെ. ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റാണ് വന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ വരണം? ഡയറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം, നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. അത് തന്നെ. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നവർ നിങ്ങളെ ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? ആ നമ്പർ എന്ന് പറഞ്ഞു. അത് 8606005113, പിന്നെ 9846 74 22 76. ആൾ കേരളയാണ്. എല്ലായിടത്തും ഡെലിവറി ചെയ്യും. എൻ്റെ പേര് ഉഗ്രസേന. അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ വിളിക്കുക. കുറച്ചുകൂടെ കൂടിയതാണല്ലേ? അല്ല, ഇത് കാർ വാഷ്. ഇത് വാക്യൂം. ഇത് എന്തിനാ? ഇത് വന്ന് നമുക്ക് 11,900 യൂട്യൂബ് ചാനലിലേക്കാണ്. ആ, ഇതിനോ? ഇത് വന്ന് നിങ്ങൾ ഷോപ്പിൽ കിട്ടും, സെയിം റേറ്റ് കിട്ടും. എവിടെ സെയിം റേറ്റ് കിട്ടും. കടകളിൽ കിട്ടുന്ന സാധനമാണ്. നമുക്ക് സാധാരണ ഷോപ്പിൽ കിട്ടുന്ന മെഷീനാണ്. ഇത് വന്ന് 11,900 വരും, സെയിം സാധനം. ഗ്യാരണ്ടി ഉണ്ടാവും. പിന്നെ 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും. ഗ്യാരണ്ടി കൊടുക്കും. ഓഫീസ് നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഉണ്ട്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 6,500 വരുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 4,500. അതിൻ്റെ പവർ ടെസ്റ്റിംഗ് ആണ്. സാധാരണ ഓസല്ല, ഇത് ടൈപ്പ് ഓസ. ഓ, ഇതിൻ്റെ സർവീസ് എല്ലാം ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടോ? വട്ടിയൂർക്കാവ്. ഓക്കെ. ഇരിക്കാനുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ മസാജ് ചെയ്യാനുള്ള സാധനങ്ങൾ, ഫേസ് മസാജ്, ജോലൈനൊക്കെ വരാനായിട്ട് ഈ സാധനം മേടിക്കാം. പിന്നെ അതിൻ്റെ ഇതെന്ത് സാധനം? ഒരു മണക്ക് സാധനം. സോളാർ ലാമ്പ. ഇത് കൊള്ളാം. കത്തോ? ഇത് നമ്മളെ മതിൽ ഇങ്ങനെ കത്തി. ഓ, ഇവിടെ ഒരുപാട് വെറൈറ്റി മുട്ടായികളെ കൊണ്ടുപോട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത. ഇത് എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇതറിയാം. എനിക്കറിയാം ഗൈസ്. നീ 2K പോടാ. ജോക്കർ മുട്ടായി, എള്ളു മുട്ടായി എല്ലാം ഉണ്ട്. അയ്യോ, കുന്തിരിക്ക് എന്തോ സാധനം. ആയുർവേദ കൊതുക് തിരി പോടാണിച്ച്. കുന്തിരിക്കുന്നു. ഇതെന്തൊരു സാമ്പ്രാണിപ്പൊടിയാ? സാമ്പ്രാണിപ്പൊടി. ഇതെന്താ ചേട്ടാ? പപ്പട പാടേ. ഓ, ഈ ഒരു പാക്കറ്റ് 100 രൂപ അല്ലേ? ഇത് മാർക്കറ്റിംഗ്. ഇത് സംഭവം ചുമ്മാ വെച്ചേക്കണേ, കളർ വെള്ളം കലക്കി വെച്ചേക്കണേ. അണ്ണൻ്റെ ഐഡിയ. നിറച്ച് ടോട്ടൽ 150. ഓ, ഈ മോഡൽ ഇതിന് 200 അല്ലേ? ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്യാപ്പ്, പിന്നെ അവൻ്റെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന സാധനം, വലിക്കുമ്പം ചെവി പോകുന്ന സാധനം എടുക്കണടാ. അതിട്ടാ സ്ക്രാച്ച് ആവൂലേ? ഇതെങ്ങനെയാ റേറ്റ്? എങ്ങനെയാ റേറ്റ്? 180. സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കോ? എടാ, സ്ക്രാച്ച് ആയി വരുമ്പോ നീ ഇവിടെ നിന്ന് കടയും കൊണ്ട് പോകൂലേ? ഓ, അവിടെ എന്തൊക്കെയാ മറിഞ്ഞടിച്ച് വീണ്. കുഴപ്പമില്ല. പൗച്ചൊക്കെ എങ്ങനെ റേറ്റ്? 100 രൂപ സ്റ്റാർട്ടിങ്ങാ? ഫ്രീ ആയിട്ട് ഒട്ടിച്ചേരോന്ന്. എടാ, ഫ്രീ ആയിട്ട് ഒട്ടിച്ചേരാ. നീ കാണിക്കടാ. ഓക്കെ, ടാറ്റ, പോട്ടാ, ബൈ. എടാ, മേടിച്ചോണ്ട് കൊറാ. സൂര്യകാന്തിയുടെ വിത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും വിത്തുകളുണ്ട് കേട്ടോ. ഗൈസ്, നമുക്ക് ഇവിടെ അത് കഴിയണില്ലല്ലോ. ഇത് തീരണില്ലല്ലോ. അവിടെ പെർഫ്യൂമിൻ്റെ ലവ് പെർഫ്യൂം മേക്കിംഗ്. ഇത് നമ്മൾ പറയുന്ന ഇത് ചെയ്തു തരുമോ? സ്മെല്ല്? ഓ, അങ്ങനെയാണ്. നമ്മൾ കൊണ്ടുവരുന്ന സ്മെല്ല് പറ്റത്തില്ല.
ഷോപ്പ് എവിടെയാണ് നിങ്ങളുടെ? കമലേശ്വരം. ഓ ആ, അപ്പോൾ നിങ്ങൾ ഏത് സ്മെല്ല് വേണമെങ്കിലും നിങ്ങൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടല്ലേ? നിങ്ങൾ കോൺടാക്ട് നമ്പർ ഇല്ല? ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സ്മെല്ല് വേണമെങ്കിലും ചെയ്തു തരും. ആ, എല്ലാത്തിനും പ്രൈസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കഴിച്ചോക്കടാ. കൊള്ളാം കൊള്ളാം കൊള്ളാന്നുള്ളതുകൊണ്ട് ക്യാഷ് തരാം. പാനിപ്പൂരി വേണ്ട ചേച്ചി? പാനിപ്പൂരി വേണ്ട. നിങ്ങളെ ഇടണോ? ഇതെങ്ങനെ? 7 റിങ് 50 രൂപ. ഗായ്സ്, ഒരു മാരക വണ്ടി അർബാനിയ. അടിപൊളിയല്ലേ? മടൽ വണ്ടി. ഒരു മാരക വണ്ടി അടിപൊളി. കുറെ കുരുപ്പുകൾ കടന്ന് കളിക്കുന്നു. നമുക്കൂടെ കയറിയാലോ? കയറാം, നമ്മ കയറാം. ചോദിച്ചു നോക്കാം. ഓടാ, അതങ്ങനെ പൊത്ത് പോകണമെങ്കിൽ പിന്നീട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഹായ് ഹായ്. ഒരു മൈൻഡും ഇല്ല, പുഴുത്ത് വാ പോവാം. ഗായ്സ്, അപ്പോൾ 100 രൂപയ്ക്ക് 100 കുറച്ച് കൂടുതലല്ലേ പ്രൈസ്? അത്രയും പ്രൈസിന് മേടിക്കണ്ടേ? ഇതിനകത്ത് കയറി പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതല്ലേ? അപ്പം ഒരു റേറ്റ് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ മേ ബി ആൾക്കാർ കുറയുന്നത്. അതെ അതെ, ഒരു ഫാമിലി ഫുള്ളായിട്ടൊക്കെ വരുമ്പം ഒരു 8-9 പേരൊക്കെ കാണില്ല. അപ്പോൾ ഈ 100 രൂപ ടിക്കറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. ടിക്കറ്റ് ഒരു 50 രൂപ ആക്കൂ. ആൾ ഒരുപാട് കയറട്ടെ, അകത്തുള്ളൊരു കച്ചവടം നടക്കട്ടെ. അകത്തൊക്കെ അത് തന്നെ, അകത്ത് കച്ചവടമൊക്കെ കുറവാണ്. ആ ചേട്ടന്മാരൊക്കെ ഈച്ചടിച്ച് അവിടെ ഇരിക്കുന്നു. വീക്കെൻഡ്സിൽ വല്ലവനായിരിക്കും അതൊക്കെ സെയിൽ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റിൻ്റെ ചാർജ് കുറയ്ക്കൂ ഗൈസ്. വേണ്ട. ഓ, ഇതെന്തൊരു ഹൈറ്റടാ ഇത്. ഓ, ആ ഭയങ്കര ഹൈറ്റ്. എന്താ ഇവിടെ ചെടികൾ. ഓ, ഇവിടെ ചെടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ പോള വഴിയൊക്കെ ക്ലോസാ. ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. വാടാ. ഇനി നമുക്ക് ഇനി എങ്ങോട്ട് പോവാം? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കനകക്കുന്നിലോട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലു മാളിൻ്റെ ഇവിടെ എത്തി. നമ്മൾ ലുലു മാളിലോട്ട് കയറുന്നില്ല. ഇവിടെ ആ വണ്ടി ഇടാ. പോളി, ഇവിടെ വീഡിയോ താത്ത് വെച്ചോ, അവിടെ പോലീസൊക്കെ ഇരിക്കുന്നു. ഗായ്സ്, പയ്യന്മാർ പൊളിച്ചോണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലുലുമാളിലോട്ട് കയറുന്നില്ല, നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോവുകയാണ്. സിറ്റിയിൽ ആ ലൈറ്റിംഗ് എല്ലാം പൊളി. ഓണത്തിൻ്റെ ആ ഒരു വൈബ് വന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഓണം ഫെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നിശാഗന്ധിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനും അമ്പാടിയുണ്ട്. അമ്പാടി കുറച്ച് ഡള്ളായിട്ട് നടക്കുകയാണ്. കാരണം അമ്പാടിയുടെ ബ്രദറിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതുകൊണ്ട് ചെറുക്കനാകെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് സെറ്റാവോടാ? ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് റീൽസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് പോകണം. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഇനിയല്ല, ഈ സൈഡെല്ലാം ലൈറ്റൊക്കെ ഇനി വരാനുണ്ട്. ആണെങ്കിൽ ഈ റോഡെല്ലാം ഫുൾ ലൈറ്റ് ആയിരിക്കും, സെറ്റായിരിക്കും. ആ, ലൈറ്റ് ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഓണാക്കിയിട്ടില്ല. അതിനിപ്പോൾ നാളെ അറിയും. കണ്ടോ, ഇവിടെ എല്ലാം ലൈറ്റും പരിപാടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഓ, അത് പൊളിയല്ല അതിൻ്റെ എൻട്രി.
എൻട്രൻസ് അടിപൊളി. എൻട്രൻസ് അല്ല, എക്സിറ്റ് എക്സിറ്റ് ആണോ? ആ എന്തോ 3 എൻട്രൻസ് എന്തോ ഇത്. ഓച്ചിറ. നമുക്ക് ഇതുവഴി പോവാം. ഇതുവഴി പോയി അതുവഴി വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറാം. ആണ് മറ്റേ ഉപ്പുമുളകിലെ നമ്മുടെ ബാലുവാ, നമ്മളെ ഉപ്പുമുളകിലെ ബാലു ചേട്ടൻ. ഹായ് ഹായ്. ഇത് കൊള്ളാലി. ഇതെന്താ സംഭവം? അമ്പാടി അവിടെ തകർത്ത് റീൽസിനുള്ള വീഡിയോ എടുക്കുകയാണ്. നീ റീൽസ് ഇടോടെ? നീ റീൽസ് അടിച്ചടേ. ഇവൻ മാരക എഡിറ്ററാണ് പോയി. ഇവൻ്റെ പഴയ വീഡിയോസൊക്കെ ഇവൻ എഡിറ്റ് ചെയ്ത് തകർത്ത് വെച്ചേക്കുന്നതാണ്. ഇവൻ ഗെയിമറൊക്കെയാണ്. അപ്പം അതേപോലെ എഡിറ്റ് ചെയ്ത് ഇത്തിരി അത് തിരിച്ച് വരണം. ഈ ഓണം തൊട്ട് നീ സ്റ്റാർട്ട് ചെയ്യ്. ഇതൊക്കെ എന്താ ഇടിഞ്ഞിലിൻ്റെ മോഡലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളത്തേക്ക് സെറ്റ് ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ വേണ്ട അതിൻ്റെ സെയിം മോഡൽ. ഇതൊക്കെ അഴിച്ചു പറക്കേണ്ട കാര്യം ആലത്തിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഇത്രയും ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെ അഴിച്ചു പറക്കുമെന്ന്. കാണാനൊക്കെ കൊള്ളാം, പക്ഷേ അഴിച്ചിറക്കണ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കാണ് പാട്. 2 ചായ കുടിക്കാൻ വന്നതാണ്. സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂടെടുത്ത് പണ്ടരം കൊണ്ട് എന്താ ഏലക്കൊക്കെ ഇട്ടേക്കുന്നു. കൊള്ളാം. നമ്മൾ കനകക്കുന്നിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ മാനവീയത്തിലോട്ട് ഒന്ന് നടന്നു പോവാം. ഇനിയിപ്പോൾ വണ്ടി എടുക്കണ്ടല്ലോ. നമുക്ക് ചുമ്മാ നടക്കാം. നമ്മൾ അങ്ങനെ മാനവീയം നടന്നിങ്ങെത്തി. അവിടെ നിന്ന് നടന്നിങ്ങെത്തി. ഇപ്പോഴാണ് വീഡിയോ എടുക്കണം. നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നടന്നു. അടിപൊളിയായിരുന്നല്ലേ? നടക്കാൻ അടിപൊളി. അതെ അതെ. ഇവിടെ ഇന്ന് വലിയ പ്രോഗ്രാം കാര്യങ്ങളൊന്നുമില്ല. സമയം എത്ര ഇടയി? 2:11 ഗൈസ്. അപ്പോൾ 2:11 വരെ നമ്മളിവിടെ മാനവീയം ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഇനി അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മളിവിടെ ഇരുന്ന് ഞാനും ഇവരോട് എന്തൊക്കെ സംസാരിച്ചു. കുറേ എൻ്റെ ആധികാരികമായിട്ട് കുറേ എന്തൊക്കെ സംസാരിച്ച് ചെറുക്കനെ ഞാൻ ഉപദേശിച്ച് പണ്ടാറടക്കി വെച്ചിട്ടുണ്ട്. അജാതി മോട്ടിവേഷനായിരുന്നു. അതുകൊണ്ട് ചെറുക്കൻ ഇനി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ലൈഫിൽ കുറച്ചും കൂടി സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നണുണ്ട്. ആവണേടേ. ഓക്കെ, ഇപ്പോഴേ നീ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പോണ വഴിക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ അത് തന്നെ, നമ്മൾ എന്തെങ്കിലും ഫുഡ് ഇവിടെ കഴിച്ചിട്ട് പോവാം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് വിശന്ന് കിടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ കഴക്കൂട്ടെത്തി ഫുഡ് കഴിക്കാനായിട്ട്. AM ഫാസ്റ്റ് ഫുഡ് നാടൻ ഭക്ഷണശാല. ആയിട്ട് പൊറോട്ടയും ചിക്കൻ പക്കോടയും പറഞ്ഞു. പൊറോട്ട കഴിച്ചില്ല, ചിക്കൻ പക്കോട കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ പറഞ്ഞോളാം. അത് അങ്ങോട്ട് പോകാനല്ലേ, നമ്മൾ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണേണ്. ഇവന് ഒറ്റയ്ക്ക് പോകാൻ പേടി, അപ്പോൾ ഇവനെ കൊണ്ടാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ.